ഒരിടയ്ക്ക് കേട്ടിരുന്നു, അതായത് സാറിന്റെ അടുത്ത് ഭദ്രൻ സാറ് ലാലേട്ടന്റെ ഒരു പ്രൊജക്ട് സംസാരിക്കാം, ലാലേട്ടൻ ഒരു ട്രക്ക് ഡ്രൈവറായ ഒരു പ്രൊജക്ട് സംസാരിക്കാൻ വന്നു എന്നും, എന്നാൽ അത് പിന്നെ പല കാരണങ്ങളോട് നടന്നില്ല എന്നും, അങ്ങനെ ഭദ്രൻ സാർ അപ്രോച്ച് ചെയ്തിരുന്നോ ഞാനത് കേട്ടതാണ്. ഞാൻ ഭദ്ര സാർ ഉണ്ടായിരുന്ന പുള്ളിയുടെ അസിസ്റ്റന്റ്, പിന്നെ അതേപോലെ തന്നെ ലാലേട്ടൻ, ആന്റോണ് ആ പ്രൊജക്ട് ആയിട്ട് വന്നത്. എന്റെ അടുത്തൊന്ന് ഇതേപോലെ തന്നെ ഒരു കഥയുണ്ടെന്ന് കേൾക്കണം, ഭദ്ര സാറാണെന്ന് പറഞ്ഞു. അപ്പൊ അത് കേൾക്കാൻ വന്നു കഴിഞ്ഞപ്പോ അന്ന് ലാലേട്ടൻ അവിടെ തന്നെ, ഞങ്ങൾ ഒരേ ബിൽഡിങ്ങിലായതുകൊണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ ലാലേട്ടനും കൂടി കേൾക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ലാലേട്ടൻ എന്റെ പാരിലോട്ട് വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണ് കേട്ടത്. അതെനിക്ക് തോന്നുന്നു 2 വർഷമായിരുന്നു. അത് 24-ലായിരിക്കും അത്. പക്ഷെ അതൊരു ഒരു ഒരു സൂപ്പർ സബ്ജക്റ്റ് ആയിരുന്നു. ഭയങ്കര ആക്ഷൻ. അറിയാലോ ഭദ്ര സാർ എങ്ങനെയാണ് സിനിമ ചെയ്യണമെന്ന് അറിയാലോ. പക്ഷെ അതിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ സ്വാഭാവികമായിട്ട് ഒരു വലിയ ബഡ്ജറ്റ് ആവശ്യമുണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ബഡ്ജറ്റിലോട്ട് പോകാനായിട്ട് എനിക്ക് എല്ലാം ഉണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു ബഡ്ജറ്റിന്റെ ഒരു ഒറ്റ ഇതിൽ മാത്രം ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനപ്പോ തന്നെ ആന്റോണിനോട് പറഞ്ഞു കഥ സൂപ്പറാണ്. ഭദ്ര സാറിനോടും പറഞ്ഞു ഇത് ഭയങ്കര ഇതാണ്. ലൈഫിൽ നമ്മൾ റിസ്ക് മീൻസ് സിനിമ എല്ലാം റിസ്ക് ആണ്. അപ്പൊ എന്നിട്ട് ഞാനൊരു ഭയങ്കര റിസ്ക് എടുക്കാനായിട്ട് എനിക്ക് എപ്പോഴും ഒരു മടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രമേ ഞാനത് പറഞ്ഞു. പിന്നെ അത് വേറെ പ്രൊഡ്യൂസ് ചെയ്യാന്നൊക്കെ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കത് നമ്മളായിട്ട് വേവ് ലെങ്ത് ആയിട്ട് മാച്ച് ആവുന്ന ആൾക്കാരായിട്ടല്ലേ നമുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ഞാനത് അങ്ങനെ വേണ്ടെന്ന് വെച്ചത്. സബ്ജക്ട് ഗംഭീരാണല്ലേ? ഗംഭീരം. അത് ഭയങ്കര ആക്ഷനും ലാലേട്ടന് വേണ്ടി എഴുതിയാക്കണ ഒരു ഇതെന്ന് പറയാം, അങ്ങനത്തെ ഇതാണ്.